ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ അയില തേങ്ങ അരച്ച കറിയാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അയില 3 എണ്ണം ചെറുതായിട്ട് മുറിച്ചത്, മുരിങ്ങയ്ക്ക 1 എണ്ണം, തക്കാളി 1 എണ്ണം, സബോള 1 എണ്ണം, ചെറിയ ഉള്ളി 10 എണ്ണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി 4 അല്ലി, പച്ചമുളക് 3 എണ്ണം, തേങ്ങ 1 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വലിയ സബോളയാണെങ്കിൽ പകുതി എടുത്താൽ മതി, അതിട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും, നമ്മൾ 4 വെളുത്തുള്ളി എടുത്താൽ 2 വെളുത്തുള്ളി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടി വരണം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളിയാണെങ്കിൽ പകുതി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് വാടുക. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച മീൻകറിയാണ് വെക്കുന്നത്. അപ്പം തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഈ തേങ്ങയും ഒന്ന് ചൂടായാൽ മതി. ഞാനിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടപ്പോഴേക്കും ക്യാമറ അങ്ങ് ഓഫായിപ്പോയി. അപ്പം നമ്മൾ തേങ്ങ ഒന്ന് 3 മിനിറ്റ് ചൂടായി കഴിയുമ്പോഴേക്കും ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചിട്ട് നടുക്കായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കും. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉലുവ ഇട്ട് കൊടുക്കുക. നമ്മുടെ കടുകും ഉലുവയെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇപ്പം നമ്മുടെ ചെറിയുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചച്ചുവയൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിട്ട് മിക്സ് കഴുകി വെള്ളം കൂടെ നമ്മുടെ ചാറിന് വേണ്ട വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ആ മിക്സിയിൽ കഴുകിയ വെള്ളം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളിയാണ് എടുക്കുന്നത്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കാമെങ്കിൽ പുളിയെക്കാട്ടിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുടംപുളി ചെറുതായിട്ട് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ പുളിയുടെ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു. അതൊന്ന് തിളച്ച് വരട്ടെ.
നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തേക്കുന്നത്. അയില ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുരിങ്ങയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് മീൻ വേകുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ള ഉലുവാപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിന്ന് നന്നായിട്ട് തിളച്ച് വേകണം. അങ്ങനെ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ചു വറ്റിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഉപ്പും എല്ലാം പുളിയൊക്കെ എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇരിക്കും തോറും ഈ കറി അങ്ങ് കുറുകും. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മുരിങ്ങയ്ക്ക ചേർത്ത അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്